നമസ്കാരം. ET മലയാളത്തിലേക്ക് സ്വാഗതം. ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെ ഒന്നാം ഫലം ഈയിടെ പുറത്തു വന്നു. അത് വിപണിക്ക് തുണയേകുമോ, അത് വിപണിയിൽ തിരുത്തിൽ തുടരുമോ? ഈ ആഴ്ച ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ? നിഫ്റ്റി സൂചികയുടെ ഇനി അടുത്ത പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? അതേപോലെ തന്നെ വിപണിയിൽ ഇനി എന്ത് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവെ ഒരു ബ്രോഡ്ലി സൈഡ് വേസ് ആയിട്ട് തന്നെയാണ് നീങ്ങിയത്. നമുക്ക് കാണാം വളരെ ഒരു നാരോ റേഞ്ചിനുള്ളിലാണ് 276 പോയിൻറ്റ്, അതായത് 21,145 ഹൈ ആയിട്ട് 24,919 എന്ന ലോയിൻ്റെ ഇടയിലും ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെട്ടത്. അതായത് 276 പോയിൻ്റ് ആയിരുന്നു ട്രേഡിംഗ് റേഞ്ച്. ഇതിൽ കൂടുതൽ ഒരു വീക്ക്ലി നോക്കുകയാണെങ്കിലും ഒരു ക്ലോസിംഗ് വന്നത്, അതായത് വെള്ളിയാഴ്ചത്തെ ഒരു ഇടിവോടുകൂടി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വ്യാപാര ആഴ്ച 181 പോയിൻ്റ് നഷ്ടം രേഖപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ 1% നഷ്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ വ്യാപാരാഴ്ചയും കടന്നുപോയത്. ഇതോടെ തുടർച്ചയായ മൂന്നാം വ്യാപാരാഴ്ചയിലും പ്രധാനപ്പെട്ട ഒരു സൂചികൾ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും നഷ്ടം രേഖപ്പെടുത്തിയെന്ന് കാണാം. വിപണിയിലെ ഫിയർ ഗേജ് അല്ലെങ്കിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയായിട്ട് ഒരു 4% താഴ്ന്ന് 11.39 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്ത്. അത് മാർക്കറ്റിൻ്റെ ഒരു തരത്തിലുള്ളൊരു അന്തർലീന ആത്മവിശ്വാസത്തെ കുറിക്കുന്ന, അതായത് ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ഇടയിലും മാർക്കറ്റിൻ്റെ ഒരു അന്തർലീന ഉള്ളൊരു ആത്മവിശ്വാസം കുറിക്കുന്ന ഒരു നീക്കമായിട്ട് നമുക്ക് ആ ഇന്ത്യ വിക്സ് സൂചിക താഴ്ന്നതിനെ കണക്കാക്കാം. വെള്ളിയാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഓഹരി സൂചികളുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 81,758 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സമാനമായി NSE മുഖ്യ സൂചികയായ നിഫ്റ്റി 24,968 ക്ലോസ് ചെയ്തു. പിന്നെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് നമുക്ക് കാണാം. സ്മോൾ ക്യാപ്പ് ഓഹരികൾ സൂചിക 1%-ലധികമുള്ള നേട്ടവും മിഡ് ക്യാപ്പ് സൂചികയും 1%-ലുള്ള നേട്ടം ഒരു വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇനി വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് Q1 റിസൾട്ടുകൾ തന്നെയാണ്, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലങ്ങൾ ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികൾ പുറത്തുവിടുകയാണ്. അപ്പം വരുന്ന വ്യാപാരാഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ചയുടെ കൂട്ടുകയാണ് അടുത്ത 6 ദിവസത്തേക്ക് 256 ലിസ്റ്റഡ് കമ്പനികളാണ് Q1 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിനകം. അപ്പോൾ അതിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള നിരവധി ഓഹരികളുമുണ്ട്. അത് ഐഷർ മോട്ടേഴ്സ്, അൾട്രാടെക് സിമൻറ്റ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, നെസ്ലെ ഇന്ത്യ, SBI ലൈഫ് ഇൻഷുറൻസ്, സിപ്ല, കൊടക് മഹീന്ദ്ര തുടങ്ങിയ നിഫ്റ്റി ഇൻഡെക്സ് ഓഹരികളും വരുന്ന ആഴ്ച പാദഫലം പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഹരികൾ കൈവശമുള്ളവർ ആ ഓഹരികളുടെ എല്ലാ കമ്പനികളുടെ റിസൾട്ട് ഡേറ്റിന് മുന്നോടിയായിട്ട് അതേ ദിവസം വന്ന് നോക്കുകയും അവർ അതിനുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. റിസൾട്ടുകൾ വന്നാലും ഇയർ ഓൺ ഇയർ അനാലിസിസ് ആയിരിക്കും അവർ നടത്തുക. അതിനോടൊപ്പം തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അനാലിസിസും കൂടെ, അതായത് സീക്വൻഷ്യലായുള്ള പെർഫോമൻസും എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ അവിടെയാണ് കമ്പനിയുടെ യഥാർത്ഥ ഗ്രോത്തിനെ സംബന്ധിച്ചുള്ള ട്രാജക്ടറി നമുക്ക് പിടികിട്ട് കമ്പനിയുടെ കമൻറ്റുകൾ നോക്കുക. അതിനുശേഷം ഈ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം കമ്പനികളുടെ മാനേജ്മെൻറ്റ് നൽകുന്ന ഒരു മുന്നോട്ടുള്ള ഗൈഡൻസ് എങ്ങനെയാണ്, ഗ്ലോബൽ സിനാറിയോ, അതായത് US ട്രേഡ് വാറിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കകൾക്കിടയിൽ അവരെങ്ങനെയാണ് സ്ട്രാറ്റജി ഫോം ചെയ്തിരിക്കുക തുടങ്ങിയ കാര്യങ്ങളായാലും കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് ഈ ഒരു ഓഹരിയുടെ ഫർദർ ആയിട്ടുള്ള ഒരു ആക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓഹരി കൈവശമുള്ളവർ ഏതൊക്കെ ദിവസമാണ് കമ്പനിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്ന് മുൻകൂട്ടി നോക്കി വയ്ക്കുകയും ആ റിസൾട്ട് വരുന്ന സമയത്ത് അതിനൊരു അപ്ഡേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതും അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രി പരിപൂർണമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതും ഉപകാരപ്രദമാകും. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച വിപണിയിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ US കരാർ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടെങ്കിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1 ഒരു ഡെഡ് ലൈൻ, അതായത് ജൂലൈ 8 നേരത്തെ നൽകിയിരുന്ന 3 മാസത്തെ മരവിപ്പിക്കൽ കാലാവധി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്ന മരവിപ്പിക്കൽ കാലാവധി ജൂലൈ 8 തീർന്നെങ്കിൽ പോലും അദ്ദേഹം ഓഗസ്റ്റ് 1 ആ ഡെഡ് ലൈൻ മാറ്റിയിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ US-മായി എത്താത്ത രാജ്യങ്ങൾക്കെതിരെയായിരിക്കും അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള റിമാർക്സ് നമ്മൾ കാണുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ അല്ലെങ്കിൽ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് സംബന്ധിച്ചൊരു നിയറിംഗ് ഫൈനലൈസ് സ്റ്റേജിലാണെന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിങ്ങിൽ ഇത് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരികയും അതിൻ്റെ അത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള കരാറുകളാണ് അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് ഉള്ളതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ട് മാറും. എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഇന്ത്യ US ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അപ്പം എന്തായാലും അതിന് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതുമായി സംബന്ധിച്ചുള്ള
വാർത്തകൾ വിടാതെ പിന്തുടരേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിലും ഇന്ത്യയും യു എസും തമ്മിലുള്ള ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ചർച്ച 5ാം വട്ടവും പൂർത്തിയാക്കിയതായിട്ടുള്ളൊരു വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം, അതായത് ജൂലൈ 14 മുതൽ 17 വരെ വാഷിങ്ടണിൽ ഒരു ഇന്ത്യയും യു എസും തമ്മിലുള്ള നെഗോസിയേഷൻ നടന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി രാജേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിലായിരുന്നു നെഗോസിയേഷൻ നടന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് നല്ല കാര്യം പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യയും യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള തീരുമാനം വന്നതിന് ശേഷമായിരിക്കും മാർക്ക് കൃത്യമായ ഡയറക്ഷൻ എടുക്കാനുള്ള ഒരു സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിടാതെ പിന്തുടരണം. പിന്നെ മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസാണ്. പ്രധാനമായും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റികൾ നമ്മൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരു വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഗണ്യമായ രീതികളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചില ഐ ടി കമ്പനികളുടെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിസൾട്ടുകളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നതാണ്. ഇപ്പോൾ ജൂലൈയിൽ നോക്കുമ്പോൾ ഏകദേശം 10,000 കോടിയിലധികം രൂപയുടെ ഒരു ഓഹരികളിൽ നിന്നും വിറ്റുമാറി വിദേശ നിക്ഷേപർ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റുമാറിയായിട്ട് നമുക്ക് കാണാം. ഒരുപാട് IPO വരുന്നതിൻ്റെ ഇടയ്ക്കുമാണ് ഈ ഒരു സെല്ലിംഗ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എടുത്തു പറയുന്നത്. മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ ഫോറിൻ FISൻ്റെ സെല്ലിംഗ് വരുന്ന സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് സംബന്ധിച്ചുള്ള ഡേറ്റകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു 3 ഘടകങ്ങളാണ്. Q1 റിസൾട്ട്, ഇന്ത്യ US വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരികയാണെങ്കിൽ FISൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു ആഴ്ചയിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി വരുന്ന ആഴ്ചയിലേക്കുള്ള നമുക്കൊരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 20 വീക്ക് 50 വീക്ക് മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും. അപ്പോൾ അതൊരു മീഡിയം ടൈം ബുള്ളിഷ്, ഒരു അണ്ടർലൈങ് ആയിട്ടുള്ളൊരു മീഡിയം ടൈം ബുള്ളിഷ് ടോണിനെ സൂചിപ്പിക്കുന്നൊരു ഘടകം തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഫ്രഷ് മൊമെൻറ്റം, ഈ സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ ഒരു ഫ്രഷ് മൊമെൻറ്റം നമുക്ക് ലാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതൊരു പോസിറ്റീവ് ട്രിഗറായിട്ടുള്ളൊരു ഫാക്ടർ എത്താത്തതുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം വെള്ളിയാഴ്ച ശനിയാഴ്ചയും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒരു Q1 റിസൾട്ടുകൾ അത് മിക്കതും വിപണിയുടെ പ്രതീക്ഷയ്ക്ക് മുകളിലായിരുന്നു. ഇതെല്ലാം ഹെവി വെയിറ്റ് ഇൻഡെക്സ് സ്റ്റോക്കിലാണ്. റിലയൻസ് ആയാലും HDFC ആയാലും ICICI ബാങ്ക് ആയാലും ഇത് 3 കൂടിയാൽ നിഫ്റ്റിയുടെ 30% വെയിറ്റേജ് വരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പിന്തുണ കിട്ടുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചയിലേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ നോക്കുകയാണെങ്കിൽ കീ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ലെവലുകൾ എന്ന് പറയുന്നത് 25,150ഉം 25,400ഉമാണ്. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,750ഉം 24,380ഉം ആകുന്നു. അപ്പം കീ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 25,150, 25,400. മറുവശത്ത് അല്ലെങ്കിൽ താഴത്തേക്കുള്ള സപ്പോർട്ട് നോക്കുമ്പോൾ 24,750, 24,380 അപ്പം ഒരു 25,350 എന്നുള്ളൊരു സോണിൻ്റെ മേളിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ബേസിസിൽ 25,350 ക്ലോസിംഗ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഒരു പുതിയൊരു അപ് ട്രെൻഡ് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ കഴിയുക. അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ഫ്രഷ് ബൈ എടുക്കേണ്ട ലെവലെന്ന് പറയുന്നത് 25,350 മേളിൽ ക്ലോസിംഗ് വരുമ്പോഴാണ്. അതിന് താഴെ ബാക്കിയത് ഇതിലും ട്രേഡേഴ്സിന് ചെയ്യാൻ ഒരു സൂചിപ്പിച്ചതാണ്. അപ്പം അതേപോലെ തന്നെ ഒരു 24,750 മുകളിൽ മാർക്കറ്റ് വീഴുകയും 24,750 എന്ന നിലവാരത്തിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രഷ് സെല്ലിംഗ് വരുവുള്ളൂന്നും അല്ലെങ്കിൽ കൂടുതൽ വീക്ക്നെസ് വിപണിയിലേക്ക് കടന്നു വരുവുള്ളൂന്നും കരുതുന്നു. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ വീക്ക്ലി RSI നോക്കുമ്പോൾ 56.54 ആണ്, അത് ന്യൂട്രലാണ്. പക്ഷേ ഒരു ഫ്രഷ് 14 പീരീഡ് ലോ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു ബെയറിഷ് സിഗ്നലുമാണ്. പക്ഷേ MACD നോക്കുമ്പോൾ റിമൈൻസ് പോസിറ്റീവ്ലി ഒരു സിഗ്നൽ ലൈൻ്റെ എബോവ് ആയിട്ട് നിൽപ്പുണ്ട്, ഒരു പോസിറ്റീവ്ലി ക്രോസ് ഓവറും കാണാം. അപ്പം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മിക്സ്ഡാണ്. അപ്പം ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകങ്ങളിലായിരിക്കും വിപണി ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ എടുക്കാൻ നമുക്ക് കരുതാം. ഇനി തിങ്കളാഴ്ചത്തെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അപ്പം തിങ്കളാഴ്ചത്തെ ട്രേഡിംഗ് സെഷൻ എന്തായാലും മാർക്കറ്റ് ഒരു ക്രൂഷ്യലാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും, അതായത് വെള്ളിയാഴ്ച മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുള്ള റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഈ 3 പേരുടെ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 3 പേരോട് ചേരുമ്പോൾ ഏകദേശം നിഫ്റ്റിയുടെ 3-1 30% വരുന്ന വെയിറ്റേജ് ഉള്ള 3 ഓഹരികൾ കൂടിയാണത്. അപ്പം ഈ 3ഉം വിപണിയിൽ ഏറെക്കുറെ വിപണി പ്രതീക്ഷയിലും മികച്ച പ്രവർത്തനഫലം കാഴ്ചവെച്ചിട്ടുള്ള ഓഹരികളായതുകൊണ്ട് തന്നെ ഇവരൊരു ആക്ഷൻ മാർക്കറ്റിൽ ഒരു നിയർ ടൈമിലേക്കുള്ള ക്ലിയർ ഡയറക്ഷൻ കൊടുക്കുമെന്ന് കരുതുന്നു. ഒന്ന് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ശക്തിപ്പെടുത്തുകയും, ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു റിവേഴ്സലിനെ സ്പാർക്ക് ചെയ്യിക്കാം, പ്രേരിപ്പിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ
ഇപ്പോഴത്തെ ഒരു കൺസോൾട്ടേഷൻ തുടരുമെന്നാണ് പറയാൻ കഴിയുക. പക്ഷേ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവലുകൾ എന്ന് പറയുന്നത് 24,940 24,000 എന്നുള്ളതാണ് നിഫ്റ്റിയിൽ. അതായത് ഇതാണ് ക്രൂഷ്യൽ ലെവൽ. ഇതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇതിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 50-day EMA വരുന്നുണ്ട്. അതായത് 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 24,932. അതുപോലെ തന്നെ നേരത്തെ ഒരു അപ്വേർഡ് റാലി 24,473 26,650 വരെ ഉണ്ടായിരുന്ന റാലിയുടെ 61.8% ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ 3 ഘടകങ്ങൾ വരുന്നതിനാൽ തന്നെ 24,940 24,900 എന്ന ലെവൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,130 27,960 വരെ നാളെ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് ആദ്യഘട്ട ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മാർക്കറ്റ് നല്ല സെൻറ്റിമെൻറ്റ്സ് പോലെ ഇരിക്കും. അതായത് 24,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 25,150 നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറിച്ച് 24,900 താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 24,700 എന്നുള്ള ലെവലിലേക്ക് വീഴാനുള്ള സാധ്യതകളും കാണുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ Q1 റിസൾട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നല്ലത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആയിരിക്കും മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. ടൈറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ള ലെവൽ 25,350 മുകളിൽ എത്തുന്നതിന് മുന്നേ ഒരു ഫ്രഷ് ബൈയിങ് അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ അഗ്രേസീവ് ബൈയിങ് ഈ ഒരു വാർത്തകളുടെ പുറത്ത് നാളെ ഇടയ്ക്കൊരു കുതിച്ചായിട്ടുണ്ടാകുന്ന സമയത്തായാലും നോക്കിയും കണ്ടും വേണമെന്നതിനാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ക്ലിയർ ഡയറക്ഷണൽ മൂവ് എമർജ് ചെയ്യുന്നിടം വരെ ഫ്രഷ് ബൈ ഒഴിവാക്കുന്നതിനായിരിക്കും ഉചിതമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഒരു ഓവറോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോഷ്യസ് ഓപ്റ്റിമിസം. നമുക്ക് ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം തുടരാമെന്ന് തന്നെ കരുതുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന ഓഹരികളിൽ ഒരു അവസരങ്ങളുണ്ടാകുമെന്നും കരുതുന്നു. ഞാനിപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്ത് മാത്രം. ഇപ്പോൾ വരുന്ന ആഴ്ച അവർക്ക് നല്ലതാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.